ഇന്ന് നമ്മൾ കുറച്ച് നാടൻ വാഴത്തൈ വെക്കുവാണ് കേട്ടോ. ഇതുപോലെ റോബസ്റ്റയും അതുപോലെ തന്നെ നമുക്ക് ഏത്തക്കൊലയൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇതുപോലെ രണ്ടിടത്ത് ആഴ്ചയിൽ കുഴി എടുക്കുക, എന്നിട്ട് നമുക്ക് പിരിച്ചുകൊണ്ട് വെച്ചേക്കുന്ന വാഴയുടെ തൈ ഇതിലേക്ക് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ വളമൊന്നും ഇടുന്നില്ല കേട്ടോ. വളത്തിൻ്റെ പ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മണ്ണിൻ്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടെ നാടൻ വാഴ കായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പിരിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടമായിട്ട് നിൽക്കുന്ന വാഴയിൽ നിന്ന് ഇതേപോലെ തൈകൾ പിരിച്ച് മാറ്റി അതിൻ്റെ ഇലയും വേരുകളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നട്ടു വെക്കണം കേട്ടോ. ഇതിൻ്റെ വിത്ത് വെച്ച് വേണമെങ്കിൽ നമുക്കിത് മുളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വിത്താണേലും പഴമാണേലും പുറത്ത് വാങ്ങിക്കുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റാണ് ഗൈസ്. കൊടുക്കുമ്പം യാതൊരു വിലയോ ഇല്ലെങ്കിൽ പോലും കർഷകരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ വീട്ടിലേക്കാണേലും മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അച്ഛൻ കുറച്ച് വാഴയൊക്കെ പിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാളയംകോടനും ഞാലിപ്പൂവനുമാണ് കേട്ടോ. എനിക്കിഷ്ടം ഞാലിപ്പൂവനാണ് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം മറക്കല്ലേ കേട്ടോ. ഇതിൻ്റെ മെയിൻ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാനതിവിടെ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ല പിന്നെ എന്തോ നാനിൻ്റെ ഗ്രീൻ ലേഡി. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ അടിപൊളി വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.